നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ കൗൺസിലർ PM ബഷീർ. നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ മൂലം പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നിലമ്പൂർ നഗരസഭാ ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൂർണ്ണ പരാജയമാണെന്ന് ബഷീർ പറഞ്ഞു. കഴിഞ്ഞ 8 മാസമായി അധികാരത്തിലുള്ള ഭരണസമിതി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്താണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം മാലിന്യവിമുക്ത പരിപാടികൾക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞ 8 മാസത്തോളമായി അധികാരം ഏറ്റെടുക്കുന്ന ഈ നഗരസഭാ ഭരണസമിതി ഈ രംഗത്ത് ഒരു മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് ആകെ ആരോഗ്യ രംഗത്ത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഏറ്റവും ദുർഗന്ധമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് തീർത്തും അപലനീയമാണ്, ഈ നാടിനെ ആകെ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ്, സംസ്ഥാന ആരോഗ്യ വകുപ്പും മാലിന്യ നിയന്ത്രണ ബോർഡും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ഒരു ചാലക ശക്തിയായി ഞങ്ങൾ നിലകൊള്ളും. വിഷയത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും അടിയന്തരമായി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനും ദീർഘകാല പരിഹാരം ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ജനങ്ങളോടൊപ്പം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ എല്ലാ ജനകീയ ഇടപെടലുകൾക്കും നേതൃത്വം നൽകുമെന്നും കൗൺസിലർ PM ബഷീർ വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.